സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിസ്സിന്റെ പേര് ശ്രീഭാമ എന്നാണ്, ഷോർട്ടായിട്ട് SB എന്ന് വിളിക്കും. അപ്പോ മക്കൾക്ക് ഇന്നൊരു അടിപൊളി ടോപ്പിക്കാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അത് ഏത് ചാപ്റ്ററിലെയാണ്? ഫോഷീപ്പ് ആൻഡ് സ്ട്രെങ്ത് അഥവാ രൂപത്തിനും ബലത്തിനും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ഏതാണ് ടോപ്പിക് എന്ന് അറിയണ്ടേ? അപ്പൊ നമ്മളിപ്പോ ഒരു അടിപൊളി വീഡിയോ കണ്ടല്ലേ മക്കളെ? നമ്മുടെ കൊച്ചിൻ ഹനീഫ് എന്ത് ചെയ്യുന്നു? പുഴയുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മുടെ അസ്ഥികൂടത്തിൽ വലിച്ചെടുത്ത് അയ്യോ സ്കെലിറ്റൻ എന്ന് പറയുന്നല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മനുഷ്യന്റെ അസ്ഥികൂടത്തെ പറ്റിയിട്ടാണ്. നോക്കിയത് അടിപൊളിയായിട്ട് നടന്നു പോകുന്നുണ്ടല്ലേ നമ്മുടെ അസ്ഥികൂടം? എന്താ നടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മള് എന്തൊക്കെയാണ് നമ്മുടെ അസ്ഥികൂടത്തിലെ മെയിൻ ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണെന്നാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത് മക്കൾക്ക്. എക്സാമിന് വളരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ മക്കളെ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഈ ടോപ്പിക് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് നമ്മുടെ തലയുടെ ഭാഗം അല്ലെ, നമ്മുടെ തലച്ചോറിനൊക്കെ സംരക്ഷിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. ഏതാത്? നമ്മുടെ തലയോട് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ മോൾ ഭാഗം നമ്മുടെ തലയോടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാരിയെല്ല്, നമ്മുടെ ഈ ഒരു ഭാഗത്ത് കാണുന്ന നമ്മുടെ വാരിയെല്ല് എന്ന് പറയുന്നതുണ്ട്, റിബ്സ് ഉണ്ട്. അതേപോലെ നമ്മളെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ നട്ടെല്ലുണ്ട്, ഈ ഒരു കാണുന്ന നട്ടെല്ലുണ്ട്. പിന്നെ എന്തുണ്ട്? നമ്മുടെ കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കനക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? നമ്മുടെ കയ്യിലെ എല്ലുകളുണ്ട്. അതുപോലെ തന്നെ കാലും ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ മിസ്സിന് ഇങ്ങനെ എങ്ങനെ പോകണമെങ്കിൽ, ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ, അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഒക്കെ എന്ത് വേണം? നമ്മുടെ കാലിലെ എല്ലുകളും വേണം. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? നോക്കിക്കോളൂ. ഫസ്റ്റ് സ്കള്ള്, നമ്മുടെ തലയോട് അല്ലെ, നമ്മുടെ ഈ ഒരു പോർഷനിൽ കാണുന്ന തലയോട്. നമ്മൾ പറഞ്ഞു വാരിയല്, റിബ്സ് ഈ ഒരു പോർഷനിൽ കാണുന്നത്. പിന്നെ ബോൺസസ് ഇൻ ഹാൻഡ്സസ്, കയ്യിലെ എല്ലുകള്. പിന്നെ നമ്മുടെ നട്ടെല്ല്, നമ്മുടെ ബാക്കില് കാണുന്ന, നമുക്ക് ചില സമയത്ത് ബാക്ക് പെയിൻ ഒക്കെ വരുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ നട്ടെല്ല്. ഇങ്ങനെ നമുക്ക് കുറച്ച് ബോൺസിനെ പറ്റിയിട്ട് നമുക്ക് ഇന്ന് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് സ്കള്ളിനെ പറ്റിയിട്ടാണ്, തലയോടിനെ പറ്റിയിട്ടാണ്. തലയോടിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കമ്പോസ്ഡ് ഓഫ് ലൈറ്റ് ഫ്ലാറ്റ് ബോൺസ് ആൻഡ് കർവ് ബോൺസ് ജോയിൻ ക്ലോസ്ലി ടുഗെദർ എന്ന് വെച്ചാൽ പരന്ന രീതിയിലൊക്കെയുള്ള ഒരു ഇതാണ്. ഇതിൽ പരന്നിട്ടല്ലേ കാണപ്പെടുന്ന അതുപോലെയുള്ള കുറച്ച് ബോൺസ് ആണ്, എല്ലുകളാണ് നമ്മുടെ തലയോടിൽ ഉള്ളത്. അതിൽ ഏത് പോർഷൻ ആണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ കീഴ്ത്താടിയല്ല, നമ്മുടെ ഈ ലോവർ ജോ മാത്രമാണ് നമുക്ക് മൂവബിൾ ആയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പൊ അതാണ്, ആ ഒരു പോർഷൻ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ പരസ്പരം ബന്ധിക്കപ്പെട്ട ധാരാളം അസ്ഥികൾ ഒത്തുചേർന്നതാണ് കീഴ്ത്താടിയല് മാത്രമാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ചലന സ്വാതന്ത്ര്യം ഉള്ളത് കീഴ്ത്താടിയലിന് മാത്രമാണ്. അതൊഴികെ മറ്റൊന്നിനും എന്തില്ല, ചലിക്കാനുള്ള ഒരു ഇതില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത് എന്താ? അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ബ്രെയിന്, നമ്മൾ പഠിച്ച് കുറെ മക്കൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നൊക്കെ നമ്മുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ആ തലച്ചോറിനെ സംരക്ഷിക്കുന്നത്, പ്രൊട്ടക്ട് ബ്രെയിനിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ തലയോട് ആണ്, സ്കള്ളാണ്. അതിൽ എത്ര ബോൺസ് ഉണ്ട്? എത്ര ബോൺസ് ഉള്ളത്? 22 ബോൺസ് ആണ് നമ്മുടെ തലയോടിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ സ്കള്ളിന്റെ കേസ് നമ്മൾ പഠിച്ചു. ഇനി റിബ്സിന്റെ കേസ്, വാരിയെല്ല് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പോർഷനിലാണെന്ന് മിസ് പറഞ്ഞു അല്ലെ. വാരിയെല്ല് കാണുന്നത്, അതിൽ 12 പെയർസ് ഓഫ് ലോങ് കർവ് ബോൺസ് ആണ് ഉള്ളത്. 12 പേർ എന്ന് പറയുമ്പോൾ എത്ര ബോൺസ് ഇടാം മക്കളെ? 24 അല്ലേ? 24 ബോൺസ് ആണ് ഉള്ളത്. അപ്പോ എന്താണ് 24 ബോൺസ് ഉള്ള, ഇങ്ങനെ വളഞ്ഞ് നോക്കിയത് ഇതുപോലെ വളഞ്ഞിട്ടായി കാണപ്പെടുന്നത്. അപ്പൊ വളഞ്ഞ് കൂട് പോലെ കാണുന്ന 12 ജോഡികൾ ഉള്ളതാണ് നമ്മുടെ വാരിയെല്ല് അഥവാ റിബ്സ് എന്ന് പറയുന്നത്. 24 ബോൺസ് ആണ് ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ വെർട്ടിബ്രൽ കോളം അഥവാ നട്ടെല്ല് എന്ന് പറയും. നട്ടെല്ല് നിവർത്തിയിരിക്കണം എന്ന് എപ്പോഴും നമ്മൾ പറയില്ലേ, കാരണം അങ്ങനെ ഇരുന്നാലേ നമുക്ക് എന്താ പറയാ, നമ്മുടെ ബോഡിക്ക് അത് നല്ലതാണെന്ന് പറയുള്ളൂ. അപ്പൊ നട്ടെല്ല് അത് എങ്ങനെയാ കമ്പോസ് ചെയ്തിട്ടുള്ളത്? കമ്പോസ് ഓഫ് സം ബോൺസ് ടുഗെദർ ലൈക്ക് എസ് ഷേപ്പ്. അതുണ്ട്, ഒരു എസ് ഷേപ്പ് പോലെയല്ലേ കാണുന്നത്? എസ് ഷേപ്പ് പോലെയുള്ള ബോൺസ് കൊണ്ട് ചെയ്തതാണ്. കുറച്ച് എസ് ആകൃതിയിലുള്ള അസ്ഥി പോലെ കാണപ്പെടുന്നതാണ് എന്ത്? നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, നമുക്ക് സ്റ്റാൻഡ് സ്ട്രേറ്റ്, നമുക്ക് നിവർന്ന് നിൽക്കണം. മിസ് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി ഇങ്ങനെയല്ലേ നിൽക്കുക, നമ്മൾ നിവർന്ന് നിൽക്കണം. മിസ്സിന് നിവർന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ നട്ടെല്ലാണ്, വെർട്ടിബ്രൽ കോളമാണ്. ഓക്കെ, ഇനി അടുത്തത്, അതിൽ 33 ബോൺസസ് ആണ് ഉള്ളത് കേട്ടോ മക്കളെ. 33 ബോൺസ് ആണ് നമ്മുടെ നട്ടെല്ലില് കാണുന്നത്. ഇനി നെക്സ്റ്റ് ബോൺസ് ഇൻ ഹാൻഡ്സസ്, നമ്മുടെ കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിപ്പിക്കാൻ പറ്റുന്നില്ലേ? ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റുന്നത് എന്താണ്? കയ്യിലെയാണ്. ബോൺസസ് ഇൻ ഹാൻഡ് ആണ്.
അത് എന്തിനാണ്? സ്മോൾ ബോൺസ് ലൈക്ക് സ്മോൾ ബോൺസ് ഇൻ ഫിംഗേഴ്സ് എന്ന് വെച്ചാൽ വിരലുകൾ ചെറിയ ചെറിയ അസ്ഥികളായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് ഭുജത്തിലും കണം കൈയിലും നീളമുള്ള അസ്ഥികളായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ കാണുന്നതാണ്. അതായത് ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മുടെ ഈ ഒരു പോർഷനിലൊക്കെ കാണപ്പെടുന്ന അസ്ഥികളാണ് നമ്മുടെ എന്തുള്ളത്? ബോൺസ് ആൻഡ് ഹാൻഡ്സ് ഉള്ളത്. അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എന്താ അതിന്റെ യൂസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മളെ കയ്യിന് ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ, മിസ്സിന് ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അസ്ഥി വേണം, നമ്മുടെ ബോൺസ് വേണം അല്ലേ? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബോൺസസ് ആണ്. പിന്നെ ഇതേപോലെ കാലിന്റെ കേസിൽ വരുമ്പോഴും, ബോൺസസ് ലെഗിന്റെ കേസിൽ വരുമ്പോഴും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ സ്മോൾ ബോൺസസ് ഇൻ ഫിംഗേഴ്സ്, തൈ ബോൺസസ് ഇസ് ലാർജ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ കാലിന്റെ മൂവിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിന്റെ യൂസ് എന്താ വരുന്നത്? ഹെൽപ്പ് ചെയ്യാണ്. നമ്മള് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ, നമുക്ക് നടക്കാൻ, നമുക്ക് ഡാൻസ് കളിക്കാൻ, ചാടാൻ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ എന്താണ്? ബോൺസസ് ഇൻ ലെഗിൽ കാണപ്പെടുന്ന ബോൺസസ് ആണ്. കാലിൽ കാണുന്ന അസ്ഥികളാണ് നമ്മൾ അതിന്, കാലിൽ കാണുന്ന എല്ലുകളാണ് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കറക്റ്റ് ആയില്ലേ? ക്ലിയർ ആയില്ലേ? അതിൽ തുടയിലാണ് ഏറ്റവും വലുത്. കയ്യിൽ കാണുന്ന, നമ്മുടെ തൊട ഭാഗത്ത് കാണുന്ന, തൊട വേദനിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ മക്കളെ? ഇടയ്ക്ക് പറയില്ലേ? അപ്പൊ അങ്ങനെയുള്ള തൊടയുടെ ഭാഗത്ത് കാണുന്ന എല്ലാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. ഇതാ ഒരു കോളമായിട്ട് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. വെരി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം കൂടെ അവരുടെ കോളാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ തലയോട് പരസ്പരം ബന്ധിക്കപ്പെട്ട ധാരാളം അസ്ഥികൾ ഒത്തുചേർന്നതാണ്. ഈ ലോവർ ജോ മാത്രമാണ് മൂവ് ചെയ്യുന്നത് പറഞ്ഞു. വാരിയലിന്റെ കേസിൽ 12 ജോഡി അസ്ഥികളാണ് ഉള്ളത്. അത് വളഞ്ഞ് കൂട് പോലെ കാണപ്പെടുന്നു നമ്മൾ പറഞ്ഞു ഈ ഒരു പോർഷൻ അല്ലേ? അത് ഹൃദയം, ശ്വാസകോശം, എന്താ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഹൃദയം, ശ്വാസകോശം എന്നിവയൊക്കെ സംരക്ഷിക്കുന്നത് ആരാണ്? ഈ ഒരു എല്ലാണ്, വാരിയെല്ലാണ്, റിബ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. നട്ടെല്ല് പറയുമ്പോൾ നമുക്ക് നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു, ശരീരചലനം സാധ്യമാകാതെ മിസ് ഇങ്ങനെ അനങ്ങുന്നു ഒക്കെ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ നട്ടെല്ലാണ്. നിവർന്നു നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് നട്ടെല്ലാണ്. എസ് ആകൃതിയിൽ കാണപ്പെടുന്നു. കയ്യിലെ എല്ല് പറഞ്ഞു, കൈ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. വിരലുകൾ ചെറിയ അസ്ഥികളായിട്ട് കാണപ്പെടുന്ന നമ്മുടെ കയ്യിലെ എല്ല്. പിന്നെ കാലിലെ എല്ലിന്റെ കേസും മിസ് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇതാ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കമ്പോസ്ഡ് ഓഫ് ലൈറ്റ് ഫ്ലാറ്റ് ബോൺസ്, കർവ് ബോൺസ് ജോയിൻ ടുഗെദർ. ഓൺലി ദി ലോവർ ജോ ഈസ് മൂവബിൾ ആണ് നമ്മുടെ സ്കള്ളിന്റെ കേസിൽ വരുന്നത്. പ്രൊട്ടക്ട് ദ ബ്രെയിൻ ചെയ്യുന്നു. റിബ്സിന്റെ കേസിൽ 12 പെയർ ഓഫ് ലോങ് കർവ് ബോൺസ് ആണ് ഉള്ളത്. ഹെൽപ്പ് ഫോർ പ്രൊട്ടക്ട് ഹേർട്ട്, ലങ്സ് എക്സെട്ര. വെർട്ടിബ്രൽ കോളത്തിന്റെ കേസിൽ വരുമ്പോൾ എസ് ഷേപ്പില് കമ്പോസ് ചെയ്തിട്ടുള്ളതാണ്. ഹെൽപ്പ് ഫോർ ദ സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. ഓക്കെ, ബോൺസസ് ആൻഡ് ഹാൻഡ്സ് നമ്മൾ പറഞ്ഞു, ബോൺസസ് ലെഗിന്റെ കേസും പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ വിവിധ തരം അസ്ഥികളെ പറ്റിയിട്ട് നമ്മളിപ്പോ പഠിച്ചു അല്ലെ? നമ്മുടെ ഓരോന്നും പഠിച്ചു. തലയോട്, വാരിയല്, നട്ടെല്ല് ഒക്കെ നമ്മൾ പഠിച്ചു. അത് ആകൃതിയിലും വലുപ്പത്തിലും സൈസിലും ഒക്കെ ഡിഫറെന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ മക്കളെ? നമ്മുടെ തലച്ചോറിനെ സംരക്ഷിച്ച് നിർത്തുന്ന, നമ്മുടെ തലച്ചോറിനെ സെറ്റ് ചെയ്ത് റെഡിയാക്കി നിർത്തുന്നത് നമ്മുടെ തലയോട്ടിലെ അവിടെ കാണുന്ന ബോൺസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തലയോട്ടിയില് കീഴ്ത്താടിയിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. നട്ടെല്ലിന്, അപ്പൊ നട്ടെല്ലിന് ക്ഷതം ഏൽക്കാന്ന് പറയും. നമ്മുടെ ആക്സിഡന്റ് ഒക്കെ ചിലപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ നട്ടെല്ലിന് ക്ഷതം ഏറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. നമ്മുടെ സ്ട്രെയിറ്റ് ആയി നമ്മൾ നിർത്തുന്ന നമ്മുടെ നട്ടെല്ലിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ മക്കളെ സംഭവിക്കുന്നത്? എന്താണ്? അത് നമുക്ക് ആജീവനാന്തം തളർച്ചയ്ക്ക് കാരണമാവൂലേ? ഭയങ്കര സീനാണ് നമ്മുടെ നട്ടെല്ലിന് പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഇല്ലേ? അതേപോലെ ശ്വാസകോശം, ഹൃദയം എന്നിവയെ പൊതിഞ്ഞെത്തുന്ന വാരിയല് എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ് അല്ലെ? എന്തെങ്കിലും ഒന്നിനൊരു ചെറിയ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ ഹെൽത്തിനെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കും അല്ലെ? ആജീവനാന്തം ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഈ എല്ലൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇത് അനുഭവിക്കേണ്ടി വരും അല്ലെ? ഓക്കെ, അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാ മക്കളെ? ഏറ്റവും വലിയ അസ്ഥി ഇപ്പൊ മിസ് പറഞ്ഞു തൊടയെല്ലാണ് എന്ന് പറഞ്ഞു. ഏറ്റവും ചെറിയ അസ്ഥി ഉണ്ടാവുമല്ലോ, ഏതാണ് ചെറിയ അസ്ഥി എന്ന് പറയുന്നത്? നമ്മുടെ ചെവിയിൽ കാണപ്പെടുന്ന ഒരു സ്റ്റേപ്പിസ് എന്ന് പറയുന്നതാണ് എന്താ ചെറിയ അസ്ഥി എന്ന് പറയുന്നത്. അപ്പൊ സ്മോൾ ആയിട്ടുള്ളത്, സ്മോളസ്റ്റ് ബോൺ എന്ന് പറയുന്നത് സ്റ്റേപ്പിസ് ആണ്. ലാർജസ്റ്റ് എന്ന് പറയുന്നത് തൈ ബോൺ ആണ്. ഓക്കെ, ഇത് നോക്കിക്കോളൂ. ലാർജസ്റ്റ് ബോൺ നമ്മുടെ ഇവിടെ കാണുന്ന തൊടയുടെ ഭാഗത്ത് കാണുന്ന തൊടയെല്ലാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. ഏറ്റവും കുഞ്ഞിത് കുഞ്ഞി സാധനം കേട്ടോ. നമ്മളങ്ങനെ കയ്യിന്റെ ഈ വിരലിൽ ഇവിടെ വെക്കാനേ ഉള്ളൂ. അത് നമ്മുടെ ചെവിയുടെ ഉള്ളിൽ കാണപ്പെടുന്ന സ്റ്റേപ്പിസ്, ഈ ഒരു പോർഷനിൽ കാണപ്പെടുന്ന സ്റ്റേപ്പിസ് ആണ് അത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. തൈ ബോണ്, സ്റ്റേപ്പിസ്, ലാർജസ്റ്റ് ബോണ്, സ്മോളസ്റ്റ് ബോണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളെ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വിവിധ തരം അസ്ഥികളുടെ കേസ് നമ്മൾ പഠിച്ചു അല്ലെ? നമ്മളെ പറ്റി തന്നെ നമ്മൾ പഠിച്ചു അല്ലെ? നമ്മുടെ തലയോടും വാരിയലും നട്ടയിലും ഒക്കെ നമ്മൾ പഠിച്ചു. അടിപൊളിയായിട്ട് മക്കൾ പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് മിസ് വരാം. അതുവരെ